തൃശ്ശൂർക്കാർ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത 10 കമ്പനികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ നിന്നും നിരവധി കമ്പനികളാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവ ഏതെല്ലാമാണെന്ന് നോക്കാം നമുക്ക്. വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ. അവസാനം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും കടന്ന് മറ്റൊരു രാജ്യത്തെ സ്റ്റോക്ക് മാർക്കറ്റിൽ വരെ ലിസ്റ്റ് ചെയ്ത ഒരു തൃശ്ശൂർ ജില്ലക്കാരന്റെ കഥ കൂടി പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കമ്പനിയിലേക്ക് പോവാം. ജ്യോതി ലാബോറട്ടറീസ്. തൃശ്ശൂർ ജില്ലയിലെ കണ്ടാണശ്ശേരി സ്വദേശിയായ MB രാമചന്ദ്രൻ ആരംഭിച്ച കമ്പനിയാണ് ജ്യോതി ലാബോറട്ടറീസ്. കമ്പനിയെക്കുറിച്ച് മനസ്സിലാവാത്തവർക്ക് ഉജാല എന്ന ഒറ്റ പേര് ഓർത്താൽ മതി. വെള്ള വസ്ത്രങ്ങളുടെ വെണ്മ നിലനിർത്താൻ കാര്യമായ പ്രൊഡക്റ്റുകൾ ഒന്നും മാർക്കറ്റിൽ ഇല്ലാതിരുന്ന 1983 5000 രൂപ മുതൽ മുടക്കിൽ ജ്യോതി ലാബോറട്ടറീസ് എന്ന കമ്പനി ഇദ്ദേഹം സ്വന്തം ഗ്രാമത്തിൽ ആരംഭിക്കുന്നത്. ഇന്ന് ജർമ്മൻ കമ്പനിയായ ഹെൻകെലിനെ വരെ സ്വന്തമാക്കിയ ഇദ്ദേഹത്തിന്റെ കമ്പനിക്ക് കീഴിൽ പ്രിൽ, മാക്സോ, ഹെൻകോ തുടങ്ങി 35ലധികം പ്രൊഡക്റ്റുകളാണുള്ളത്. 2007 കമ്പനി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് അവരുടെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കമ്പനി കല്യാൺ ജുവലേഴ്സ് ആണ്. മലയാളികളുടെ ജ്വല്ലറി സങ്കല്പങ്ങൾ മാറ്റിമറിച്ച കല്യാൺ ജുവലേഴ്സ് ആണ് ലിസ്റ്റ് ചെയ്ത അടുത്ത കമ്പനി. 1993 TS കല്യാണരാമൻ കല്യാൺ ജുവലേഴ്സ് തൃശ്ശൂരിൽ ആരംഭിക്കുന്നത്. ഇന്ന് ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും മറ്റ് വിദേശ രാജ്യങ്ങളുമായി 300ലധികം ഷോറൂമുകളാണ് കല്യാൺ ജുവലേഴ്സിനുള്ളത്. 2021 കമ്പനി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തത്. അടുത്തത് മണപ്പുറം ഫിനാൻസ് ആണ്. തൃശ്ശൂർ ജില്ലയിലെ വലപ്പാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന NBFC ആണ് മണപ്പുറം ഫിനാൻസ്. 1949 VC പത്മനാഭൻ തുടങ്ങി വെച്ച ധനകാര്യ സ്ഥാപനമാണിത്. 1986 അദ്ദേഹത്തിന്റെ പുത്രൻ നന്ദകുമാർ മണപ്പുറം ഗ്രൂപ്പിന്റെ നേതൃത്വം ഏറ്റെടുത്തു. 1992 മണപ്പുറം ഫിനാൻസ് എന്ന പേരിൽ ആരംഭിച്ച കമ്പനി 1995 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തത്. ഇന്ന് 5000-ലധികം ബ്രാഞ്ചുകളുമായി ഇന്ത്യയിലെ മുൻനിര NBFCകളിൽ ഒന്നായി മാറി മണപ്പുറം ഫിനാൻസ്. ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ തീരദേശ നഗരമായ വലപ്പാട് വഴി യാത്ര ചെയ്യുന്നവർക്ക് കാണാൻ സാധിക്കും ഇവരുടെ നിരവധി ഓഫീസ് കെട്ടിടങ്ങൾ. തൃശ്ശൂരിൽ നിന്നും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത അടുത്ത കമ്പനിയെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം പറയാം. നിങ്ങൾക്ക് ട്രേഡിംഗ്, പേഴ്സണൽ ഫിനാൻസ് തുടങ്ങിയ കോഴ്സുകൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻട്രി ഫിൻ അക്കാദമിയിലെ കോഴ്സുകൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവരും ചെക്ക് ചെയ്ത് നോക്കിയോളൂ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. പറപ്പൂർ സ്വദേശിയായ കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളിയെ അറിയാത്തവരായിട്ട് അധികമാരും ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ള 2 കമ്പനികളാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. വിഗാർഡ് ഇൻഡസ്ട്രീസും വണ്ടർല ഹോളിഡേയ്സുമാണ് ഈ 2 കമ്പനികൾ. KSC ലിമിറ്റഡ് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ നിന്നും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ് KSC ലിമിറ്റഡ്. കാലിത്തീറ്റ, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് കമ്പനിയുടെ പ്രധാന ഉൽപ്പന്നങ്ങൾ. ഈ കമ്പനിയെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ഒരു കാര്യം പറയാം. വെസ്റ്റ ഐസ്ക്രീം ഇവരുടെ ഉൽപ്പന്നമാണ്. അടുത്തത് പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസസ് ആണ്. തൃശ്ശൂർ സ്വദേശിയായ KP പോൾ ആരംഭിച്ച പോപ്പുലർ വെഹിക്കിൾസ് ആണ് അടുത്തിടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനി. കുറ്റൂക്കാരൻ ഗ്രൂപ്പിന് കീഴിലുള്ള ഈ കമ്പനി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന ഡീലർഷിപ്പുകളിൽ ഒന്നുകൂടിയാണ്. മാരുതി, ഹൂണ്ടായി തുടങ്ങിയ കമ്പനികളുടെ നിരവധി ഡീലർഷിപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. ബാംഗ്ലൂരുവിൽ നന്ദി ടൊയോട്ട എന്ന പേരിൽ ടൊയോട്ട ഡീലർഷിപ്പും ലെക്സസ് ഡീലർഷിപ്പും പോപ്പുലർ ഗ്രൂപ്പിന് സ്വന്തമാണ്. ബജാജ്, KTM, ഹാർലി ഡേവിഡ്സൺ, JCB തുടങ്ങിയ വാഹന നിർമ്മാണ കമ്പനികളുടെ ഡീലർഷിപ്പും പോപ്പുലർ ഗ്രൂപ്പിന് സ്വന്തമാണ്. അടുത്തിടെയാണ് കമ്പനി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തത്. ഈ കമ്പനികളെ കൂടാതെ തൃശ്ശൂർ നഗരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 4 ബാങ്കുകളാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, കാത്തലിക് സിറിയൻ ബാങ്ക്, അടുത്തിടെ ലിസ്റ്റ് ചെയ്ത ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നിവയാണ് തൃശ്ശൂർ ആസ്ഥാനമായി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ബാങ്കുകൾ. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത 4ഓളം ബാങ്കുകളുള്ള തൃശ്ശൂർ പോലുള്ള മറ്റൊരു നഗരം ഇന്ത്യയിൽ ഉണ്ടാവാൻ സാധ്യത തന്നെ കുറവാണ്. കേരളത്തിലെ ഒരു ജില്ലയിൽ നിന്നും മാത്രം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ പേരുകളാണിത്. നമ്മൾ ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളെ കുറിച്ചാണല്ലോ പറഞ്ഞു വന്നത്. ഇനി ഇതൊന്നും കൂടാതെ ഇന്ത്യയും കടന്ന് അബുദാബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത മറ്റൊരു തൃശ്ശൂർ സ്വദേശിയുടെ കമ്പനിയുണ്ട്. മറ്റാരുടെയുമല്ല, തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക സ്വദേശിയായ പത്മശ്രീ MA യൂസഫ് അലിയുടെ ലുലു ഗ്രൂപ്പാണിത്. 2024 ലുലു ഗ്രൂപ്പിന്റെ IPO ഓരോ മലയാളികൾക്കും അവിസ്മരണീയമായ നിമിഷം സമ്മാനിച്ചുകൊണ്ട് അബുദാബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ജില്ലയിൽ നിന്നും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അതിന്റെ വീഡിയോ നമുക്ക് വരും ദിവസങ്ങളിൽ ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.